എൻ്റെ പ്രിയപ്പെട്ട പേരൻസ്, അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, ഞാൻ എന്നെ സ്വയം പരിചയപ്പെടുത്താം. ഞാൻ ജേക്കബ് തോമസ്, സെന്റ് തോമസ് സ്കൂളിന്റെ മാനേജറും പ്രിൻസിപ്പലുമാണ്. 26 വർഷമായിട്ട് നിങ്ങളുടെ ഇടയ്ക്ക് ജീവിക്കുന്ന, സ്കൂൾ നടത്തി സ്കൂളിന്റെ കാര്യങ്ങളുമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുഞ്ഞുങ്ങൾ ഏതാണ്ട് അവരുടെ മക്കൾ പഠിക്കത്തക്ക രീതിയിലുള്ള സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോയി. ഏതാണ്ട് 20-ൽ പരം IAS IPS ഓഫീസർമാരും ഏതാണ്ട് 700-ഓളം ഡോക്ടർമാരും ഇവിടെ പഠിച്ചു പോയി. അതുപോലെ വിവിധങ്ങളായ നഴ്സിംഗ് ആയാലും എഞ്ചിനീയറിംഗിനായാലും 10,000-കണക്കിന് കുഞ്ഞുങ്ങൾ ഇവിടെ പഠിച്ച് പോയിട്ടുണ്ട്. ഇന്ന് വരെ ആരും നമ്മുടെ സ്കൂളിനെയോ അല്ലെങ്കിൽ ഞങ്ങൾ മാനേജ്മെന്റിനെയോ അപവാദം പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോയിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ വീഡിയോ തന്നെ ഇടാനുള്ള സാഹചര്യം ഇതാണ്. ഈ മുത്തുമണീസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ കഴിഞ്ഞ 3-4 വർഷമായിട്ട് നമ്മുടെ സ്കൂളിൽ പഠിച്ചു വരുന്ന കുഞ്ഞുങ്ങളുടെ പേരന്റാണ്. ആ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ മക്കളെ പോലെ സ്വയം ഞങ്ങൾ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളുമാണ്. ആ വ്യക്തി വളരെ മോശമായിട്ട് നമ്മളെ, ആ മോള് ഇങ്ങനെ ഇത്രയും പറഞ്ഞിരിക്കുന്നല്ലോ എന്ന് ചിന്തിച്ചിട്ട്, എന്റെ മോളാവാൻ പ്രായമുള്ള കുഞ്ഞാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. ഇത്രയും മോശമായ രീതിയിൽ നമ്മളെ ചിത്രീകരിച്ച് പറഞ്ഞിരിക്കുന്നല്ലോ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് സങ്കടമാണ്. ആദ്യമേ ഇതിനൊരു പ്രതികരണവും വേണ്ട, പ്രതികരിക്കണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് പ്രതികരിക്കുന്നത്? ഓരോരുത്തരും പ്രതികരിക്കുന്നത് ഓരോ രീതിയിലല്ലേ. അതിന് പ്രതികരണം വേണ്ട, അതിന് പ്രതികരണം അർഹിക്കുന്നില്ല എന്നുള്ള തരത്തില് നമ്മൾ ചിന്തിച്ചു. പക്ഷേ പിന്നീടായപ്പോഴത്തേക്ക് എൻ്റെ പേരൻസ് എല്ലാവരും എന്നെ വിളിച്ച്, സാർ അതിന് പ്രതികരിക്കണം, അല്ലെങ്കിൽ സാറ് ഈ ഓരോ കാര്യങ്ങളും അവർ പറയുന്നത് സമ്മതിക്കുന്ന രീതിയിലായി പോകും, അതുകൊണ്ട് പ്രതികരിച്ചെങ്കിലേ മതിയാകൂ എന്ന എൻ്റെ പേരൻസിന്റെ നിർബന്ധം കൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇതിന് പ്രതികരണം എന്നുള്ള രീതിയിൽ അവരെ മോശപ്പെടുത്താനോ അവരെ ദുഷിക്കാനോ വേണ്ടിയിട്ടല്ല. അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്, ഞാൻ അവരെ ദുഷിക്കുക. പക്ഷെ എൻ്റെ ഭാഗം എന്താണെന്ന് വിശദീകരിക്കുക മാത്രമാണ് ഞാൻ ഇതുകൊണ്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം ആദ്യമായിട്ട് ആ വീഡിയോയിൽ അവരുടെ പേഴ്സണലായിട്ട് കാര്യം പറയുന്നതിലൊന്നും ഞാൻ അതിൻ്റെ അകത്തൊന്നും ഭാഗവാക്കാകുന്നില്ല. അതൊന്നും എൻ്റെ കാര്യമല്ല. സ്കൂളിനെ പറ്റി പറയുന്നിടത്താണ് നമുക്ക് അതിൻ്റെ അകത്ത് ഭാഗവാക്കാകുന്നത്. നിങ്ങൾക്ക് തന്നെ കാണാം, അവരുടെ ആ വീഡിയോ ഞാൻ എടുത്തു വെച്ചോണ്ടാണ് ഈ എക്സ്പ്ലനേഷൻ ഞാൻ തരുന്നത്. അത് ഈ പറഞ്ഞ ആദ്യമേ എനിക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും മനസ്സിൽ കൊണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ റിലീജിയസ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നതാണ് എനിക്ക് വളരെ മോശമായിട്ട് എന്നെ ഹർട്ട് ചെയ്തത്. ഞാനാണെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതായാലും ഞാൻ ജീവിക്കുന്നതായാലും ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന ഗുരുദേവന്റെ ആപ്തവാക്യം ഞാൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് 26 വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നത്. എൻ്റെ മതത്തിനെയോ മറ്റുള്ളവരുടെ മതത്തിനെയോ ഉയർത്തിയോ താഴ്ത്തിയോ ഇന്ന് വരെ പറഞ്ഞിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. എൻ്റെ ഫാദർ എന്നെ പഠിപ്പിച്ചിട്ടുള്ളതും അതാണ്. എല്ലാ മനുഷ്യനെയും ഒന്നായിട്ട് കാണണം. ഞാൻ എല്ലാ പ്രസംഗത്തിലും പറയുന്നതാണ്, ജാതീയമായിട്ട് നിങ്ങൾ പറയാനായിട്ട് പാടില്ല, നിങ്ങൾ മാനുഷികമായിട്ട് മാത്രമേ സംസാരിക്കാവൂ എന്ന് എൻ്റെ കുഞ്ഞുങ്ങളോടും അതുപോലെ തന്നെ എൻ്റെ പേരൻസിനോടും ഞാൻ പറയുന്നതാണ് എപ്പോഴും. അതുകൊണ്ട് അതിൻ്റെ അകത്ത് എന്നെ ചെയ്തത്, എന്നെ ഹർട്ട് ചെയ്തത് ഇതാണ്. ജാതീയമായി ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത്, ഈ പെരുന്നാളുകൾക്കൊക്കെ നോമ്പ് നോക്കുന്നവനാണ് ഞാൻ. കൊച്ചു പെരുന്നാൾ ഇപ്പം കഴിഞ്ഞു. ഇതേപോലെ ഞാൻ ഇന്ന് തന്നെ എൻ്റെ ടീച്ചേഴ്സിന്റെ അടുത്ത് പറയുമായിരുന്നു, 3 വർഷം ഇസ്ലാം പള്ളിയുമായിട്ട് അറ്റാച്ച് ചെയ്ത് ജീവിച്ചവനാണ് ഞാൻ. എൻ്റെ കൂട്ടുകാരനായിരുന്നു. അതായത്
3 വർഷം ഞാൻ ബീഹാറിലായിരുന്നു, പാറ്റ്നയിലായിരുന്നു ഞാൻ MBA പഠിച്ചത്. MBA LLB ഒക്കെ അവിടെ പഠിച്ചു. അന്നേരം ഞാൻ താമസിച്ചു കൊണ്ടിരുന്നത് ഒരു ഇസ്ലാം പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീട്ടിലായിരുന്നു. അതായത് പള്ളിയും വീടും ഒരുമിച്ചായിരുന്നു. അവിടെ വാങ്ങി വിളിക്കുന്നത് എൻ്റെ പ്രിയ സുഹൃത്തായിരുന്നു, ഞങ്ങളുടെ ഉറ്റ മിത്രമായിരുന്നു മുജീബുർ റഹ്മാൻ എന്നായിരുന്നു അവന്റെ പേര്. ഈ ദിവസമുള്ള വാങ്ങുവിളികൾ കേട്ടും എല്ലാ നിസ്കാരത്തിന്റെ സമയവും പ്രാർത്ഥിച്ചും അതുപോലെ തന്നെ ഓരോ നോമ്പിനും നോമ്പെടുത്തും ജീവിച്ചവനും കൂടിയാണ് ഞാൻ. അങ്ങനെയുള്ള എന്നെ പറ്റി ഒരു സമൂഹത്തിനെ മൊത്തം അവഹേളിക്കുന്നു എന്നുള്ള തരത്തിൽ എന്നെ പറ്റി പറഞ്ഞത് വളരെ വിഷമം എനിക്ക് എൻ്റെ അകത്തുനിന്ന് തോന്നി. എനിക്ക് ഇതിൻ്റെ അകത്ത് എൻ്റെ സ്കൂളിനെ പറ്റി മോശം പറയുന്നത് ഒന്നുമല്ല എന്നെ പ്രധാനമായിട്ട് വൂണ്ട് ചെയ്തത്. എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് എനിക്ക് വിഷമം വന്നത് ഇതാണ്. അതായത് ഞാൻ ജാതീയമായി പ്രവർത്തിച്ചു, ജാതീയമായി പാർഷ്യാലിറ്റി കാണിച്ചു എന്നുള്ള തരത്തിലുള്ള വർത്താനം ആണ് ചെയ്യുന്നത്. നമ്മുടെ സ്കൂളിലെ കുഞ്ഞുങ്ങളെ ഓരോ വെള്ളിയാഴ്ചയും വണ്ടിക്കകത്ത് ഈ പറഞ്ഞതിൻ്റെ തൊട്ട് പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരുന്നവനാണ് ഞാൻ. ഓരോ നോമ്പ് ദിവസങ്ങളിലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നിർബന്ധമായിട്ട്, നോമ്പ് നോക്കുന്ന കുഞ്ഞുങ്ങളും അല്ലാത്ത കുഞ്ഞുങ്ങളും നിർബന്ധമായിട്ട് നിസ്കരിച്ചിരിക്കണം എന്ന് നിഷ്കർഷ വെച്ചവനാണ് ഞാൻ. ആ എന്നെ ജാതീയമായിട്ട്, അതായത് നമുക്ക് ഒരാളെ പറ്റി ഇപ്പം ഞാൻ തന്നെ എപ്പോഴും പറയും, പ്രതികാരം നമുക്കുള്ളതല്ല, പ്രതികാരം ദൈവത്തിനുള്ളതാണ്. ഇതാണ് ഞാൻ രാവിലെ പറഞ്ഞത്. ഞാൻ ഇതിന് എതിരെ ഞാൻ പറയുന്നില്ല എന്ന് ചിന്തിച്ചത് തന്നെ ഇതാണ്. അതിന്റെ മെയിൻ കാര്യം, നമുക്കുള്ളതല്ല പ്രതികാരം, ഈശ്വരനുള്ളതാണ് പ്രതികാരം. നമ്മളെല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്ത് പോകുന്ന തലത്തിലേക്ക് പോയെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിന് ശുദ്ധതയുള്ളൂ. നമ്മൾ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നുമായി പോയാൽ ഒരിക്കലും അതിന് ദൈവത്തിന്റെ മുന്നിൽ ഒരു ന്യായീകരണവും ഉണ്ടാകില്ല എന്ന് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് ഞാൻ. ജീവിതത്തിൽ ഒരിക്കൽ പോലും മദ്യപിക്കുകയോ ഒരിക്കൽ പോലും സിഗരറ്റ് വലിക്കുകയോ വേണ്ടാത്ത ഒരു രീതിയിൽ ജീവിക്കുകയോ ചെയ്യാത്ത എന്നെ ഈ ഒരു മത തീവ്രവാദിയാക്കി എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്ക് അതെനിക്ക് ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്യുന്ന രീതിയിൽ. എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനി ആയാലും ഇസ്ലാം ആയാലും ഹിന്ദു ആയാലും ഒരു കുടക്കീഴിൽ ഒരച്ഛന്റെ മക്കളെ പോലെ ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അന്നേരം ഇതായിരുന്നു എന്നെ കുറിച്ച് പറഞ്ഞ ആദ്യത്തെ പോയിന്റ്. ഓക്കെ, അതായത് നമ്മള് ഇന്ന് ഇപ്പം ശാലിക ഷാജഹാൻ ആ മോടെ യൂട്യൂബ് കണ്ടിട്ടാണ് ഞാൻ ഈ പ്രതികരിക്കുന്നത്. ഞാൻ എൻ്റെ റിലീജിയസ് വിശ്വാസത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഏക മതം, എല്ലാ മതങ്ങളും ഒന്നാണെന്നുള്ള പഠിപ്പീരാണ് എൻ്റെ റിലീജിയസ് വിശ്വാസം. അത് എന്നെ അറിയുന്നവർ, നല്ലവരായിട്ടുള്ള ജനങ്ങൾക്കെല്ലാം അറിയാം. ഈ പറഞ്ഞതിന്റെ കൂട്ട് എനിക്ക് ഇപ്പൊ 55 വയസ്സായ 55 വർഷമായിട്ട് ഈ പുനലൂര് തന്നെ ജീവിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ ശുദ്ധിയെ കുറിച്ചും അതേപോലെ എൻ്റെ സ്വഭാവത്തെ കുറിച്ചും എൻ്റെ ജീവിതത്തെ കുറിച്ചും തുറന്ന പുസ്തകം പോലെ അറിയാവുന്നവരാണ് ഈ പുനലൂർ നാട്ടിലെ അടുത്ത പരിസര പ്രദേശങ്ങളിലും ജീവിക്കുന്നവരെല്ലാവരും തന്നെ. ഇത് ഇനി അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് സെന്റ് തോമസ് സ്കൂളിനെ പറ്റി. നിങ്ങൾ ഇതൊന്ന് നോക്കിക്കേ. സെന്റ് തോമസ് സ്കൂളിനെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത്രയും വലിയ ഒരു മാനേജ്മെന്റിനെതിരെയാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നതും കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കാൻ പോകുന്നതും കുറച്ച് സത്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ വേണ്ട ഇത് നിങ്ങൾ കണ്ടല്ലോ. ഞാൻ ഇന്നേ വരെ ഞാൻ വേണമെങ്കിൽ പറയാം ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു മനുഷ്യനെയും നോവിക്കാത്ത ഒരു വ്യക്തിയാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ ദ്രോഹിച്ച്, അതായത് ഞാൻ എൻ്റെ സ്കൂളിലെ കുഞ്ഞുങ്ങളെ എൻ്റെ മക്കളെന്നാ പറയുന്നത്, എൻ്റെ മക്കളെ ദ്രോഹിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സ്കൂളിൽ കുഞ്ഞിനെ പഠിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയും അത് അംഗീകരിക്കുകയില്ല. ഏതെങ്കിലും ഒരു കുഞ്ഞിനോട് പാർഷ്യാലിറ്റി കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് തന്നെ പറയട്ടെ, ഇപ്പൊ ഈ കുഞ്ഞുങ്ങളെ TC വാങ്ങിച്ച് ഇവിടുന്ന് പോയി എന്ന് പറയാം. ഞാൻ പറഞ്ഞിട്ടല്ല TC വാങ്ങിച്ചത്, ഈ TC വാങ്ങിച്ച് ഇവിടുന്ന് പോയെന്ന് പറയുന്നത്. ഈ 2 കുഞ്ഞുങ്ങളും ഓടി വന്ന് എനിക്ക് ഉമ്മയും തന്നിട്ടാണ് ഇവിടുന്ന് പോയത്.
അത് ഈ കുഞ്ഞുങ്ങൾക്ക് ചോദിച്ച് മക്കളെ നിങ്ങൾ എന്തുവാ പോകുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് സാറേ എനിക്ക് പോകാനായിട്ട് താല്പര്യമില്ല, വീട്ടിൽ നിർബന്ധിക്കുന്നത് കൊണ്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞ് അവർ വിഷമം പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് നിന്ന് പോയത്. ഈ മക്കളെ ദ്രോഹിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തൊരു മനുഷ്യനും അത് വിശ്വസിക്കത്തില്ല. തന്നെയല്ല, എൻ്റെ പെരുമാറ്റം സ്കൂളിലെ കുഞ്ഞുങ്ങളോട് ഏത് രീതിയിലാണെന്നുള്ളത് ഈ ലോകത്തെല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ ഒരു സെക്കൻഡ് നമ്മുടെ ക്യാമ്പസിലോട്ട്, നമ്മുടെ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങിയാല് ഒരു 100 കുഞ്ഞുങ്ങൾ വന്ന് എന്നെ പൊതിഞ്ഞ് ഉമ്മ തരികയും എടുക്കുകയും എന്നെ കെട്ടിപ്പിടിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്യുന്ന സ്വന്തം അപ്പനോടോ മുത്തശ്ശനോടോ കാണിക്കുന്ന സ്നേഹം കാണിച്ച് പോകുന്നവരാണ് ഈ ഓരോ കുഞ്ഞുങ്ങളും. എന്റെ മനോഭാവവും എന്റെ ചിന്താഗതിയും ഈ സ്കൂളിലെ ഒരു കുഞ്ഞുങ്ങൾക്കും എന്നോട് സ്നേഹമല്ല. അത് നിങ്ങൾ ഈ സ്കൂളിൽ വന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. എന്റെ മക്കൾക്ക് എല്ലാവർക്കും എന്നോട് സ്നേഹമാണെന്നുള്ള രീതി. അതായത് 26 വർഷമായിട്ട് ഇവരുടെ ഇടയ്ക്ക് ജീവിക്കുന്നവനാണ് ഞാൻ എന്റെ വീട്ടിൽ ജീവിക്കുന്നതിനേക്കാളും കൂടുതൽ സമയം ഈ സ്കൂളിലാണ് ജീവിച്ചിട്ടുള്ളത്. എന്നെ പറ്റി ഇവർ എന്തെങ്കിലും സെൽഫിഷ് ആയിട്ട് ഏതെങ്കിലും ഒരു കുഞ്ഞിനെതിരെ പെരുമാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഒരു മനുഷ്യരും വിശ്വസിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്തത്, രണ്ടാമത്തത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സ്കൂളില് കുഞ്ഞുങ്ങൾക്ക് ഒരാൾക്കും എഴുതാനും വായിക്കാനും അറിയത്തില്ലെന്നുള്ള തരത്തിലാണ് അവർ പറയുന്നത്. ഈ പറഞ്ഞതിന്റെ കൂട്ടം നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിക്കേ. വേറെ 100 കുഞ്ഞുങ്ങളെ കൊണ്ട് തുടങ്ങിയ സ്കൂളിൽ നിന്ന് 2000-ഓളം കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളായി മാറണമെന്നുണ്ടെങ്കിൽ ഈ സ്കൂളിനെ പുറത്തൊരു പ്രീതി ഉണ്ടെങ്കിൽ ഇല്ലാതെ നമുക്കത് ആകാനായിട്ട് ഒക്കുമോ? തന്നെയല്ല, നമ്മള് സ്കൂൾ കുഞ്ഞുങ്ങളെ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് റീഡിങ് വീഡിയോസ് ഉണ്ട്. ടീച്ചേഴ്സ് റീഡിങ് വീഡിയോസ് എടുത്ത് വീഡിയോയിൽ ഇട്ടതിന് ശേഷം ആ വീഡിയോസ് കുഞ്ഞുങ്ങൾ വായിച്ച് തിരിച്ചിടുന്ന ഒരവസ്ഥയാണ്. ഇതിനോടൊപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി തന്നെ ഇടാം. നമ്മുടെ LKG UKG കുഞ്ഞുങ്ങൾ തന്നെ നല്ല ഫ്ലൂവന്റ് ആയിട്ട് ഇംഗ്ലീഷ് വായിക്കാനും ഈ പറയുന്നത് പോലെ തന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഈ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഉള്ള കുഞ്ഞുങ്ങളൊക്കെ തന്നെ നല്ല വൃത്തിയായിട്ട് പാരഗ്രാഫ് റൈറ്റിംഗ് വരെ എഴുതാനും ഉള്ള കാലിബർ അവർക്കുണ്ട്. അത്ര കാലിബർ ഉള്ള കുഞ്ഞുങ്ങളാണ് നമ്മുടെ സ്കൂളിൽ വളർത്തുന്നത്. ഒരു കുഞ്ഞിനെ മോശമായി വിടാനായിട്ട് നമ്മൾ അനുവദിക്കുകയില്ല. എല്ലാ കുഞ്ഞുങ്ങളെയും വ്യക്തിപരമായി തന്നെ ശ്രദ്ധിച്ച് ആണ് 3 തൊട്ട് 4 വരെയുള്ള ട്യൂഷൻ ക്ലാസ്സും നടത്തി ഏതെങ്കിലും വീക്കായിട്ടുള്ള എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അവരെയും പഠിപ്പിച്ച് നല്ല രീതിയിൽ എത്തിച്ചതിന് ശേഷമാണ് ഞങ്ങളുടെ ടീച്ചേഴ്സ് ആയാലും ഒക്കെ 4:30 മണിയാവുമ്പോഴത്തേക്ക് ഈ സ്കൂളിൽ നിന്ന് പോകുന്നത്. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ അകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കേൾക്കാം. അതായത് എക്സാമിന്റെ തലേന്ന് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം പഠിപ്പിച്ചതിന് ശേഷമാണ് പിറ്റേന്ന് പരീക്ഷ എഴുതുന്നത്. ഞാനൊരു ഇത് പറയട്ടെ. അങ്ങനാണെങ്കിൽ എങ്ങനെയാണ് ബോർഡ് പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ 100-ൽ 100% വാങ്ങിച്ച് അന്ന് മുതൽ ഇന്ന് വരെയുള്ള കുഞ്ഞുങ്ങൾ എല്ലാവരും ബോർഡ് പരീക്ഷ നമ്മൾ സ്കൂളിൽ നടത്തുന്നതല്ലല്ലോ, സെന്റർ പോലും നമ്മുടെ സ്കൂളിലല്ലല്ലോ, നമ്മൾ പുറത്തു പോയി എഴുതുന്ന പരീക്ഷയല്ലേ, അത് CBSE ബോർഡല്ലേ അതിന്റെ ഇൻവിജിലേറ്റേഴ്സിനെ നിർത്തുന്നത്, നമ്മുടെ സ്കൂളിലല്ല പരീക്ഷ നടത്തപ്പെടുന്നത് പോലും. അങ്ങനെയുള്ളിടത്ത് ഇന്ന് വരെ സ്കൂളില് തുടക്കം തൊട്ട് ഇന്ന് വരെയുള്ള ഏതാണ്ട് 20ഓളം CBSE ബോർഡ് എക്സാം ഓരോ വർഷവും കണക്കാക്കിയാല് 20-25 CBSE ബോർഡ് എക്സാമിനേഷനില് സ്കൂളിന് 100% റിസൾട്ട് ആണ്. ആര്യ അഭിതാനന്ദൻ എന്ന് പറയുന്ന നമ്മുടെ കുഞ്ഞിന് ഈ പറഞ്ഞതിന്റെ കൂട്ട് ഈ ഇന്ത്യയിൽ തന്നെ 3ാമത്തെ റാങ്ക് നേടുവാനായിട്ട് കഴിഞ്ഞു. അതിനുശേഷം കഴിഞ്ഞ വർഷവും റാങ്കിന്റെ പട്ടികയിൽ നമ്മൾ 2ാം സ്ഥാനത്തെത്താനായിട്ട് ഒത്തു. ഇത്രയും ഇങ്ങനെയുള്ള ഒരു സ്കൂളില് 100% വിജയവും അതേപോലെ തന്നെ റാങ്കുകൾ നേടാനായിട്ട് ഈ തലേന്ന് ക്വസ്റ്റ്യൻ പേപ്പർ പഠിപ്പിച്ച് പിറ്റേന്ന് പരീക്ഷ അത് നോക്കി ഇടിയിപ്പിച്ച് മണ്ടന്മാരെ സൃഷ്ടിക്കുന്ന ഒരു സ്കൂളിന് സാധിക്കും എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? യാഥാർത്ഥ്യവുമായിട്ട് ഒരു കുലബന്ധം പോലും ഇല്ലാത്ത രീതിയിലല്ലേ കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നതെന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്നതാണ്. അതായത് ഈ തലേന്ന് പരീക്ഷയിട്ട് പിറ്റേന്ന് ഫുൾ മാർക്ക് വാങ്ങിക്കുന്ന
ഈ കുഞ്ഞുങ്ങൾ. അതേപോലെ തന്നെ ഞാൻ പറയുകയാണ്, കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഈ പറഞ്ഞതിന്റെ തൊട്ട് മൂത്ത കുഞ്ഞ് 4-5 വർഷമായിട്ട് ഇവിടെ പഠിക്കുന്നു. കോവിഡിന് ശേഷമാണെന്ന് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടെ ചേർത്തത്. ഇത്രയും വർഷം ഇവിടെ പഠിപ്പിച്ചിട്ട് ഇപ്പോഴാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ എന്നുള്ളത് മനസ്സിലായത്. ഈ കഴിഞ്ഞ 3-4 വർഷം ഇവിടെ മോനാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതിന്റെ കൂട്ട് ഇപ്പം 2ാം ക്ലാസ്സിലായി, മോളാന്നുണ്ടെങ്കിൽ ഇപ്പം 4ാം ക്ലാസ്സിലുമായി. അതിന് ഇത്രയും വർഷം ഇവിടെ പഠിപ്പിച്ചതിന് ശേഷമാണോ ഈ സ്കൂൾ കൊള്ളത്തില്ലെന്നും ഈ സ്കൂൾ മോശമാണെന്നും മനസ്സിലായത് എന്നുള്ളതിന്റെ ഒരു സംശയത്തിന്റെ പേരിൽ ഞാൻ ചോദിക്കുകയാണ്. ഇതുവരെ സ്കൂളിന്റെ അധ്യയനത്തെ കുറിച്ചോ അല്ലെങ്കിൽ സ്കൂളിന്റെ പഠിപ്പീരിനെ കുറിച്ചോ ഒരു വിഷമവും അല്ലെങ്കിൽ ഒരു എതിരഭിപ്രായവും ഇവിടെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അടുത്തതായിട്ട് നമ്മളെ കുറിച്ച് ഒരു ആരോപണം പറഞ്ഞിരിക്കുന്നത് ഇതാണ്: സെന്റ് തോമസ് സ്കൂൾ കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പിരിച്ച് വീട് വെച്ചു കൊടുത്തു എന്നുള്ളൊരു ആരോപണമായിട്ട് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പേരൻസിനായാലും എൻ്റെ ടീച്ചേഴ്സിനായാലും സമൂഹത്തിനായാലും എല്ലാവർക്കും അറിയാം, ഒരു പൈസ പോലും അടുത്ത കാലങ്ങളിൽ കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചിട്ടല്ല സ്കൂൾ വെച്ച് കൊടുക്കുന്നത്, വീട് വെച്ച് കൊടുക്കുന്നത്. അത് സ്കൂളിൻ്റെ തന്നെ, അതായത് എൻ്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് മുടക്കിയാണ് വീടുകൾ വെച്ച് കൊടുക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പിരിച്ചതിന് ശേഷം അതിൻ്റെ ക്രെഡിറ്റ് മാനേജ്മെൻറ്റ് എടുക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയുവാനുള്ളത്, സെന്റ് തോമസ് സ്കൂളിൻ്റെ വിജയത്തിൻ്റെ മാനദണ്ഡം ഞാൻ പറഞ്ഞു. 100 കുഞ്ഞുങ്ങളെ കൊണ്ട് തുടങ്ങിയ സ്കൂള് ഇന്ന് 2000-ഓളം കുഞ്ഞുങ്ങൾ പഠിക്കുന്നു. തന്നെയല്ല, ഈ വർഷം തന്നെ നമുക്ക് എടുക്കാൻ പറ്റാത്തതുപോലുള്ള അഡ്മിഷനാണ് നമ്മൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പുതിയ ഡിവിഷനുകൾ തുടങ്ങിയെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങളെ എടുക്കാൻ ഒക്കൂ എന്നുള്ള തരത്തിലാണ് പുതിയ അഡ്മിഷനുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ജനങ്ങൾ സെന്റ് തോമസ് സ്കൂളിനെ മനസ്സിലാക്കുകയും സെന്റ് തോമസ് സ്കൂളിനെ അംഗീകരിക്കുകയും സെന്റ് തോമസ് സ്കൂള് നല്ലതാണെന്നും മറ്റു നല്ലവരായ പേരൻസിൻ്റെ വാക്കുകളും കേട്ടാണ് സെന്റ് തോമസ് സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്നത്. അത് ഒരു യൂട്യൂബറിനോ അല്ലെങ്കിൽ ഒരു വീഡിയോ കൊണ്ടോ തകർത്ത് കളയാൻ ഒക്കുന്നതല്ല. 26 വർഷം കൊണ്ടുണ്ടാക്കിയെടുത്ത വിശ്വാസമാണ്. ആ വിശ്വാസമാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നതും ദൈവത്തിൻ്റെ മുന്നിൽ ഞങ്ങൾക്ക് സത്യസന്ധത പ്രകടിപ്പിക്കാൻ ഒക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ദൃഢനിശ്ചയവുമുണ്ട്. ഇതുപോലെ തന്നെ സെന്റ് തോമസ് സ്കൂൾ ഇതിലും മെച്ചമായിട്ട് കൂടുതൽ കുഞ്ഞുങ്ങളെ സേവ് ചെയ്യാനും കൂടുതൽ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുവാനും അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ ഒക്കും. ഈ പ്രാവശ്യം തന്നെ നമ്മുടെ വീട് വെച്ച് കൊടുത്തത് മണി എന്ന് പറയുന്ന ഒരു ചേച്ചിക്കാണ്. സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ആർക്കുമല്ല, സ്കൂളിൻ്റെ ടീച്ചേഴ്സിൻ്റെ ആരുമല്ല, കുട്ടികളുടെ ആരുമല്ല, അതേപോലെ നമ്മുടെ ആയമാരുടെ ആരുമല്ല, സ്കൂളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഇളമ്പൽ നരിക്കൽ ഭാഗത്ത് താമസിക്കുന്ന മണി എന്ന് പറയുന്ന ഒരു ചേച്ചിക്കാണ്. ഈ മണി എന്ന് പറയുന്ന ചേച്ചിയുടെ 2 മക്കളും ബെഡ്രിഡനാണ്. അതായത് കട്ടിലിൽ നിന്ന് എണ്ണീക്കാതെ കിടക്കുന്ന 2 മക്കളാണ്. അതിൽ മൂത്ത കുട്ടി ഡയബറ്റീസ് കാരണം കണ്ണ് നഷ്ടപ്പെട്ട് ഈ അടുത്തിടയ്ക്ക് തന്നെ അത് മരണപ്പെട്ടും പോയി ഈ 2 ദിവസത്തിന് മുമ്പ്. അതേപോലെ തന്നെ ഇളയ കുട്ടി ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണ്, ജന്മന കട്ടിലിൽ തന്നെ കിടക്കുന്ന കുഞ്ഞാണ്, കാലും കൈയും ഒന്നും എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു കുഞ്ഞാണ്. ഈ 2 കുഞ്ഞുങ്ങൾക്ക് 26ഉം 24ഉം വയസ്സൊക്കെ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യവും നമ്മൾ മനസ്സിലാക്കണം. ആ രീതിയിലുള്ള കുഞ്ഞുങ്ങൾക്കാണ്. അതേപോലെ മണി എന്ന് പറയുന്ന ചേച്ചിയുടെ ഹസ്ബൻഡ് ക്യാൻസർ ബാധിതനായി മരിച്ചു പോയതുമാണ്. അത്രയും അവശതയുള്ള ഒരു കുടുംബത്തിനെ സെന്റ് തോമസ് സ്കൂൾ, അതായത് നമുക്ക് എല്ലാ സമൂഹത്തിലും നമ്മൾ പഠിക്കുന്നതാണ് ദശാംശം, അതായത് 10-1 മറ്റുള്ളവർക്ക് ദാനം ചെയ്യണം. അത് ഇസ്ലാം മതത്തിലായാലും ശരി, ഹിന്ദു മതത്തിലായാലും ക്രിസ്ത്യൻ മതത്തിലായാലും അതേപോലെ പഠിപ്പിക്കുന്നതാണ് നമ്മൾ. അതിൻ്റെ ഭാഗമായിട്ട് സ്കൂളിൽ നിന്ന് തന്നെ ചെയ്തു കൊടുക്കുന്നതാണ് ഈ സാഹചര്യമുള്ള വ്യക്തികൾക്ക് എന്നും കൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. അടുത്തതായിട്ട് ഞാൻ പറയുന്നത് ഈ പാർഷ്യാലിറ്റിയെ കുറിച്ച് തന്നെയാണ്. ഈ
ഏതെങ്കിലുമൊക്കെ പേരൻസിന് പാർഷ്യാലിറ്റി ആയിട്ട് ഒരാളോട് പെരുമാറുന്നു എന്നും ഒരു ആ മോള് തന്നെ പറയുന്നത് ചില പേരൻസിനെ സ്റ്റാഫ് റൂമിൽ കയറ്റി ഇരുത്തുന്നു എന്നാണ്. ഇത് നമ്മൾ ഇത് യുക്തിക്ക് നിരക്കുന്നതാണോ? ടീച്ചർമാര് മാത്രം ഇരിക്കുന്ന സ്റ്റാഫ് റൂമില് പേരൻസിനെ ഇരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ പേരൻസിനെ ഇരുത്തുന്നതായിട്ട് നമ്മൾ എവിടെങ്കിലും കാണുന്നുണ്ടോ? അതേപോലെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന റൂമില് നമ്മള് ഈ പറഞ്ഞിട്ട് പേരൻസിനെയും കൂടെ ഇരുത്തി നമുക്ക് അങ്ങനെയുള്ള ഒരു രീതിയിൽ നമുക്ക് പാർഷ്യാലിറ്റി ഏതെങ്കിലും സ്കൂളിൽ കാണിക്കാനായിട്ടൊക്കെ ഒരു യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. എന്റെ മക്കള് രണ്ടുപേരും ഇവിടെ പഠിച്ചതാണ്. എന്റെ മുറിയിൽ പോലും അവര് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് കയറുവാനായിട്ട് ഞാൻ സമ്മതിച്ചിരുന്നില്ല. അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു എന്റെ കാര്യത്തില്. അതേപോലെ തന്നെ എന്റെ ടീച്ചേഴ്സിന്റെ മക്കളെ ടീച്ചേഴ്സ് സ്വയം കൂടെ കൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയാല് ഞാൻ അന്നേരം ഓൺ ചെയ്യും. കുഞ്ഞുങ്ങൾ സ്കൂളിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളാണെന്നും ഈ സ്കൂളിലെ സ്റ്റുഡന്റ് ആണെന്നും മക്കളും അതുപോലുള്ള ബന്ധങ്ങളും ഒക്കെ വീട്ടിൽ മതിയെന്നും എപ്പോഴും ഞാൻ എന്റെ ടീച്ചേഴ്സിനെ ഓൺ ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഒരു പാർഷ്യാലിറ്റി നമ്മുടെ സ്കൂളിൽ ഒരു കുഞ്ഞിനെതിരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നുള്ളത് ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് പറയുകയാണ്. ഇതൊക്കെ നമ്മളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുക. ഞാനിപ്പോ തന്നെ ഇത് സംസാരിക്കുന്നത് ഭയങ്കരമായി മാനസികമായിട്ട് എന്നെ വിഷമിപ്പിക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കണം, 26 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്കൂളിനെതിരെയും അല്ലെ കുഞ്ഞുങ്ങൾക്കെതിരെയും അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതിന്റെ കൂട്ടി എനിക്കെതിരെയും ഒരു അഭിപ്രായം വരും. എന്റെ ജീവിതം തന്നെ ഈ പറഞ്ഞതിന്റെ കൂട്ട് ഇതിനൊന്നും ഭാഗവാക്കാകാത്ത രീതിയിലാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അന്നേരം ഇങ്ങനൊരു അഭിപ്രായം വന്നപ്പോൾ അതിന് ഇങ്ങനൊരു പ്രതികരണം എന്റെ ഭാഗത്ത് വരുന്നത് തന്നെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ഞാൻ ആർക്കെതിരെയും പ്രവർത്തിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഇതിന്റെ ഈ വീഡിയോയിൽ ഉടനീളം കാണുമ്പോഴത്തേക്ക് പറയുകയുണ്ടായി, ഞാൻ ആരെയോ ഭയപ്പെടുത്തി, ഞാൻ ആരെയോ കൊല്ലാൻ നടക്കുന്നു, ഞാൻ അങ്ങനെ ആരോടെങ്കിലും എതിർത്ത് സംസാരിച്ച ഒരു വ്യക്തിയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. എല്ലാരോടെയും സ്നേഹവും സൗമ്യവുമായിട്ട് സംസാരിക്കുകയും ആർക്ക് വന്നു കഴിഞ്ഞാലും ഏത് സമയത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും മാനേജറിനെ അതായത് എന്നെ കയറി കാണാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഒരു വ്യക്തിക്ക് പോലും ആർക്ക് വന്ന ഒരു അനുവാദം പോലും ചോദിക്കാതെ എന്റെ മുറിയിൽ വന്ന് എന്നോട് സംസാരിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇങ്ങനെയുള്ളിടത്ത് ചിലരെ മാത്രം സ്കൂളിലേക്ക് പ്രവേശിപ്പിക്കുകയും ചിലരെ പുറത്തു നിർത്തുകയും ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പേരൻസ് ആരും വിശ്വസിക്കത്തില്ല. ഈ 26 വർഷമായിട്ട് ഇവിടെ പഠിച്ചിട്ട് പോയ കുഞ്ഞുങ്ങളുടെ പേരൻസ് വിശ്വസിക്കത്തില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇതില് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ആനുവൽ ഡേ പറ്റിയാണ്. സെന്റ് തോമസ് സ്കൂളിനെ പറ്റി സംസാരിക്കുമ്പോഴത്തേക്ക് സെന്റ് തോമസ് സ്കൂളിന്റെ ആനുവൽ ഡേ എന്ന് പറയുമ്പോൾ ഈ സ്കൂളിന്റെ തന്നെ അല്ല, പുനലൂരിന്റെ തന്നെ ഒരു ഉത്സവമായിട്ടാണ് ഞങ്ങൾ കൊണ്ടാടുന്നത്. ഇന്ന് വരെ പുനലൂരില് 5000-6000 പേര് കൂടുന്ന ഒരിത് നമുക്ക് പറയാം ഈ സെന്റ് തോമസ് സ്കൂളിന്റെ ആനുവൽ ഡേ മാത്രമേ ഉള്ളൂ. ആനുവൽ ഡേകളുടെ അന്നേരം ഇത്രയും പേര് വന്ന് കാണുകയും ഇതിനോടൊപ്പം കൂടുകയും ചെയ്യുന്ന ഒരു ആനുവൽ ഡേ പറ്റിയാണ് ആ മോള് പറയുന്നത്. ഈ പറഞ്ഞതിന്റെ കൂട്ട് ഒരു ഡ്രസ്സില് ഈ സ്കൂളിന് ഒരു കുഞ്ഞിന്റെ ഡ്രസ്സിൽ നിന്ന് 100 രൂപ 200 രൂപ ഈ പറഞ്ഞതിന്റെ കൂട്ട് മാറ്റിയിട്ട് വേണോ ഈ സ്കൂള് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്? ഇതൊക്കെ എന്ത് അബദ്ധ ധാരണയാണ് പറയുന്നത്. ഇപ്പം നമ്മള് കഴിഞ്ഞ വർഷം തന്നെ നിങ്ങൾക്കും ഇത് കാണുന്നവർക്കും എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ 2000 കുഞ്ഞുങ്ങളിൽ 1000 ബോർഡ് പരീക്ഷ എഴുതാത്ത എല്ലാ കുഞ്ഞുങ്ങളും, അതായത് 1600 ശിഷ്ടം കുഞ്ഞുങ്ങളാണ് ഇവിടെ. ഇത് 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും കൂടെ ഏകദേശം നമുക്ക് 400ഓളം വിദ്യാർത്ഥികളുണ്ട്. ആ 400ഓളം വിദ്യാർത്ഥികളെ കഴിച്ച് 1600 കുഞ്ഞുങ്ങൾ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്ത് കയ്യടി വാങ്ങിച്ചതാണ്. അത്ര എക്സലന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. പിന്നെ ഈ പറഞ്ഞതിന്റെ കൂട്ട് ഈ ഡ്രസ്സൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് തയ്ക്കുന്നതാണ്. നമ്മൾ ഈ പറഞ്ഞതിന്റെ കൂട്ട് അതിനൊക്കെ കൃത്യം അതിന്റെ അതിന്റെ മേക്കപ്പ് ചാർജോ ഒക്കെ അല്ലാതെ നമ്മൾ ഇപ്പം തന്നെ 400 രൂപയുടെ 1000 ഇതൊന്നും സംഭവിച്ചിട്ടേ ഇല്ല. ഇങ്ങനൊരു പൈസ ഇവിടെ വാങ്ങിച്ചില്ല.
അതിന്റെ എല്ലാ എവിഡൻസ് സ്വാഭാവികമായിട്ട് നമുക്ക് തരാവുന്നതുമാണ്. അന്നേരം ഈ നമ്മുടെ ഡ്രസ്സ് മോശമായിരുന്നു, ആനുവൽ ഡേക്ക് ഏതാണ്ട് പൈസ പിരിക്കുന്നു എന്നൊക്കെ ഉള്ളത് പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞതിലൂടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് വളരെ ട്രാൻസ്പെയറന്റ് ആയിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമ്മുടെ ആനുവൽ ഡേക്ക് ആയാലും കൃത്യമായിട്ട് പേരൻസിന്റെ ഇൻവോൾവ്മെന്റോടെ, പേരൻസിന്റെ ഡാൻസ്, കുഞ്ഞുങ്ങളുടെ ഡാൻസ്, പേരൻസും കമ്മിറ്റിയിൽ അംഗമായിട്ട് എല്ലാരെയും ഉൾക്കൊള്ളിച്ചാണ് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അന്നേരം ഈ പറഞ്ഞതിന്റെ കൂട്ട് ഈ 400 രൂപയുടെ ഒരു ഫ്രോക്കിന് എത്രയോ വാങ്ങിച്ചതൊക്കെ പറഞ്ഞു. ഇതിനൊന്നും ഞാൻ മറുപടി പറയേണ്ടതിന്റെ കാര്യമില്ല. അത്രയും താന്ന് ഞാൻ ചിന്തിക്കുകയും ചെയ്യുന്നില്ല. അതുകൊണ്ട് ആ വിഷയം ഞാൻ അവിടെ നിർത്തുകയാണ്. അതിൻ്റെ അകത്ത് കൂടുതലായിട്ടുള്ള ഡിസ്കഷനിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ സ്കൂളുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം യാഥാർത്ഥ്യം, ആനുവൽ ഡേയുമായിട്ടുള്ള യാഥാർത്ഥ്യം. എത്ര ഈ യൂട്യൂബുകളിൽ ഏതാണ്ട് 3 ലക്ഷം 4 ലക്ഷം ആളുകൾ നമ്മുടെ ലോകത്തൊട്ടാകെ 4 ലക്ഷം 5 ലക്ഷം അല്ലെന്ന് തോന്നുന്നു, അതിലുപരി ആളുകൾ ഇതിനോടകം വെച്ച് നമ്മുടെ ആനുവൽ ഡേ കണ്ടു കഴിഞ്ഞു. ഏതാണ്ട് കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ആനുവൽ ഡേകളിൽ ഒന്നാണ് സെന്റ് തോമസ് സ്കൂളിലെ ആനുവൽ ഡേ. അത്ര കണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് ഒരുക്കി തയ്യാറാക്കി ഒരു പൈസ പോലും വാങ്ങിക്കാതെ. സെന്റ് തോമസ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന സംഭവത്തിന് 1 രൂപ പോലും നമ്മൾ ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നില്ല. സ്കൂൾ ഫീസ് അല്ലാതെ ഒരു തരത്തിലുള്ള ഇതിനും നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നില്ല. ഈ പറഞ്ഞതിന്റെ കൂട്ട് ഈ നമ്മളെ അവഹേളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പൈസ പിരിച്ചു എടുത്തു എന്നൊക്കെ പറയുന്നതിൻ്റെ അകത്ത് യാതൊരു യാഥാർത്ഥ്യവുമില്ല എന്ന് നിങ്ങളോട് ഞാൻ പറയുകയാണ്. അടുത്തതായി മാഗസീനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇത് നമ്മൾ പറയുകയാണെങ്കിൽ മാഗസീനെ കുറിച്ച് നമ്മൾ പ്രതിപാദിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു സ്കൂളിന്റെ മാഗസീൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ 100 150 പേജ് ആയിരിക്കും ആ മാഗസീൻ വരുന്നത്. 2000 കുഞ്ഞുങ്ങളുള്ള സ്കൂളിൽ ഈ 2000 കുഞ്ഞുങ്ങളുടെയും പടങ്ങളും കാര്യങ്ങളും ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് പറ്റുകയില്ല. അതിൽ കഴമ്പും കാമ്പുമുള്ള ഏറ്റവും നല്ല ഈ പറഞ്ഞതിന്റെ കൂട്ടുള്ള ലേഖനങ്ങളും അതുപോലെ തന്നെ പടങ്ങളും ഒക്കെ ആയിരിക്കും നമ്മള്. അതിൻ്റെ അകത്ത് ഒരു പാർഷ്യാലിറ്റി നമുക്ക് നമ്മുടെ മാഗസീൻ എടുത്തു നോക്കിയാൽ അറിയാം. നമ്മുടെ ടീച്ചേഴ്സിന്റെ മക്കളുടെ ഒന്നും ലേഖനങ്ങളും കാര്യങ്ങളും ഒന്നും അല്ല കൂടുതലായിട്ട് വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫോട്ടോകള്, കുഞ്ഞുങ്ങൾ ചെയ്ത പ്രവൃത്തികള്, കുഞ്ഞുങ്ങളുടെ ലേഖനങ്ങള്, അങ്ങനെയുള്ളതാണ് നമ്മുടെ മാഗസീനിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്തൊന്നും യാതൊരു വിധമായ പാർഷ്യാലിറ്റിയും നമ്മൾ കാണിച്ചിട്ടില്ല. ഇതൊക്കെ കുഞ്ഞുങ്ങളുടെ എത്ര സ്കൂളിന് നമ്മുടെ പുനലൂര് തന്നെ ഓരോ വർഷവും മാഗസീൻ ഇറങ്ങുന്നു എന്ന് നോക്കിക്കേ. ഇത് കഴിഞ്ഞ 26 വർഷമായിട്ട് സ്കൂൾ മാഗസീൻ നമുക്ക് ഇറങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ ക്ലാസ് മാഗസീൻ ഇറങ്ങുന്നുണ്ട്. ഏതാണ്ട് ഓരോ വർഷവും ഇറങ്ങിയ ക്ലാസ് മാഗസീൻസ് തന്നെ 500-ൽ പരമുണ്ട്. നമ്മൾ ക്ലാസിന്റെ മാഗസീൻ ഇറങ്ങിയതിന് ശേഷമാണ് സ്കൂളിന്റെ മാഗസീൻ. എല്ലാ കുഞ്ഞുങ്ങൾക്കും പാർട്ടിസിപ്പേഷൻ കൊടുത്താണ് ക്ലാസ് മാഗസീൻ പോകുന്നത്. പക്ഷെ സ്കൂൾ മാഗസീൻ വരുമ്പോഴത്തേക്ക് അതിന്റെ അകത്തുനിന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള ഏറ്റവും നല്ല കാര്യങ്ങൾ സെലക്ട് ചെയ്താണ് സ്കൂൾ മാഗസീൻ നമ്മൾ ഇറക്കുന്നത്. അന്നേരം അതിന്റെ അകത്ത് ഒരു കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് 1 രൂപ വാങ്ങിച്ചല്ല ഇതൊക്കെ മാഗസീൻ ഇറക്കുന്നത്. അങ്ങനെ അത്ര ഇതായിട്ടാണ് നമ്മൾ മാഗസീൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൻ്റെ അകത്ത് യാതൊരു തരത്തിലുള്ള അപാകതകളും ഉണ്ടാകാതെ നോക്കിയാണ് മുന്നോട്ട് നമ്മൾ കൊണ്ടുപോകുന്നത്. ടീച്ചർമാർ വന്ന് കമന്റ് ഇടാൻ തുടങ്ങി, ഞങ്ങളുടെ സ്കൂളുകളിലൊന്നും ഇത്രയും പൈസ ഇല്ലെന്ന്. ഞാൻ വളരെ സത്യം പോലെയാണ് ഇത് കമന്റ് ചെയ്ത് പറഞ്ഞതായിരുന്നു. അത് അവർക്ക് ഭയങ്കര പ്രശ്നമായി. അടുത്തതായിട്ട് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ചും ടെക്സ്റ്റ് ബുക്കിന്റെ പൈസയെ കുറിച്ചും ഒക്കെയാണ് സംസാരിക്കുന്നത്. ലോകത്ത് ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത തുകകളൊക്കെയാണ് പുള്ളിക്കാരി ഇതിന്റെ അകത്ത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിന്റെ മണിയായിട്ട് ഇടുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ടെക്സ്റ്റ് ബുക്കിന്റെ പ്രിന്റഡ് വിലയല്ലാതെ 1 രൂപ പോലും ഞങ്ങൾ ടെക്സ്റ്റ് ബുക്കിന് അധികമായിട്ട് വാങ്ങിക്കാറില്ല. പിന്നെ അതിൻ്റെ അകത്ത് വല്ല എക്സാമിനേഷന്റെ ഫീസോ എന്തെങ്കിലും ചെറിയതായിട്ടുള്ള
നമുക്കറിയാം, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഒരു പാക്കേജ്, ഒരു പാക്കിലാണ് നമ്മൾ കൊടുക്കുന്നത്. ആ പാക്കിന്റെ അകത്ത് തന്നെ പ്രിന്റഡ് ആയിട്ടുള്ള വിലയുണ്ട്. ആ പ്രിന്റഡ് ആയിട്ടുള്ള വില എത്രയാണെന്ന് അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ആ പ്രിന്റഡ് ആയിട്ടുള്ള വില എത്രയാണെന്ന് എഴുതിയേക്കുന്ന വില മാത്രമാണ് നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് വാങ്ങിച്ച് അതിന്റെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും എക്സാം ഫീയോ ഏതെങ്കിലും 1-2 ഐറ്റം മാത്രം വാങ്ങിച്ചാണ് നമ്മൾ പോകുന്നത്. ഈ പറയുന്ന ഇത്രയും ഭീമമായ തുക നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്തും നമ്മൾ ടെക്സ്റ്റ് ബുക്കിന് ഈടാക്കിയിട്ടില്ല, ഇനിയൊട്ട് ഈടാക്കുകയില്ല. ഇതൊക്കെ തെറ്റിദ്ധരിപ്പിക്കാനും മനുഷ്യന്റെ ഇടയ്ക്ക് ഒരാളെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനെ മനഃപൂർവ്വം ദ്രോഹിക്കാനും വേണ്ടി ഇടുന്ന വീഡിയോകളാണ് എന്നുള്ളത് ആർക്ക് കണ്ടാലും മനസ്സിലാകും. അല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ പിന്നിലൊക്കെ ആരെങ്കിലും കാണും ഈ പറഞ്ഞതിന്റെ തൊട്ട് ഒരു സ്ഥാപനത്തിനെ ദ്രോഹിക്കാൻ വേണ്ടി നമ്മൾ ഇത് എന്റെ മനസ്സിൽ എനിക്ക് ആരും ശത്രുക്കളില്ല എന്നാണ് എന്റെ തോന്നൽ. പക്ഷെ ആരെങ്കിലും ഒക്കെ നമ്മൾ സ്കൂൾ നന്നായി വരുന്നതിൽ ഉള്ള അസൂയ കൊണ്ടോ എങ്ങാനും ദ്രോഹിക്കുവാൻ വേണ്ടി ഉള്ളവര് ഇവരെയൊക്കെ പ്രൊവോക്ക് ചെയ്ത് വിടുന്നതാണോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു എന്ന് ചിന്തിക്കുന്നു. അല്ലെങ്കിൽ ഇതൊന്നും ഇങ്ങനെ ഈ രീതിയിൽ നമ്മളെ കുറിച്ച് പറയേണ്ടുന്നതില്ല എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അടുത്തതായിട്ട് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞതിന്റെ കൂട്ട് അമ്മയുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും മറ്റുമാണ്. അതിൻ്റെ അകത്ത് ശാലികയുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അകത്തൊന്നും എനിക്കൊന്നും പറയാനില്ല. നമുക്ക് അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അതിലൊന്നും നമ്മൾ ഇൻവോൾവ് ചെയ്യേണ്ടുന്നതിന്റെ കാര്യമില്ല. പക്ഷെ എന്റെ ഒരു മോളെന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരു കാര്യം മാത്രം പറയും. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ, അതായത് ഇങ്ങനെ മൾട്ടിമീഡിയയിലൂടെ ഉള്ള അല്ലെങ്കിൽ ഒരു മീഡിയയിലൂടെ നമ്മൾ തുറന്ന് പറയുകയും എഴുതുകയൊക്കെ ചെയ്യേണ്ടുന്നത് കാര്യമില്ല എന്നുള്ള ഒരു അഭിപ്രായം മാത്രം ഞാനത് പറഞ്ഞുകൊള്ളുകയാണ്. അടുത്തതായിട്ട് ഇതിൻ്റെ അകത്ത് പറയുന്നത് ഏതോ പെൺകുട്ടിയെയും ആൺകുട്ടിയുമായിട്ട് പുറത്തുനിന്ന് പിടിച്ചു എടുത്തെന്നോ പേരൻസിനെ അറിയിച്ചില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു. ഇതിപ്പം ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ തമ്മിലുള്ള എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ എടുക്കണമെങ്കിൽ ഞങ്ങൾ പേരൻസിനെ അല്ലാതെ ഞങ്ങൾ വേറെ ആരെയാണ് അറിയിക്കേണ്ടുന്നത്? നമ്മള് പേരൻസിനെ ഇൻഫോം ചെയ്യാന്നുള്ള അല്ലാതെ നമ്മൾ ഇത് മൂടി വെക്കേണ്ടുന്നതിന്റെ കാര്യം എന്താണ് സ്കൂളിനുള്ളത്? നമുക്ക് എന്ത് ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കൂൾ ചെയ്യുന്നത് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നമ്മള് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളായാലും ശരി, എല്ലാ കാര്യങ്ങളും പേരൻസിനെ അറിയിക്കുക, അവരെ ഇൻഫോം ചെയ്യുക, ആക്ഷൻസ് എടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് പേരൻസിനെ അറിയിക്കുക എന്നുള്ള അല്ലാതെ ഇൻ പേഴ്സൺ നമുക്ക് സ്കൂളിൽ പോലും പലപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സേഫ് ഗാർഡ് ചെയ്ത് സ്വന്തം അപ്പനെ പോലെയും അമ്മയെ പോലെയും അത്രയും സ്നേഹമായിട്ട് പോകുന്ന ഒരു സ്കൂൾ എന്ന നിലയ്ക്ക് കൗൺസിലിങ്ങിന് വലിയൊരു പാർട്ടുണ്ട് എന്ന് നിങ്ങളോട് ഞാൻ പറയുക. നമ്മൾ ഓരോ കുഞ്ഞുങ്ങളെയും വിളിച്ച് കൗൺസിൽ ചെയ്ത് അവരുടെ വിഷമങ്ങളും, അതേപോലെ ബ്രോക്കൺ ഫാമിലീസിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളുണ്ട്, ഇവരുടെ പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ കേട്ട് അവരെ സമാധാനിപ്പിച്ച് സ്വാന്തനിപ്പിച്ച് അവരെ നമ്മുടെ മക്കളായിട്ട് കണ്ട് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു രീതിയാണ് ഞങ്ങളുള്ളത്. ഞങ്ങൾ അവരോടൊപ്പം നിന്ന് അവരുടെ വിഷമത്തിൽ ഞങ്ങൾ അതിന്റെ പാർട്ടായി നിന്ന് പ്രവർത്തിക്കാറാണ് പതിവ്. ഒരിക്കലും ഒരു കുഞ്ഞ് വേദനിച്ച് ഈ സ്കൂളിൽ നിന്ന് ഇന്ന് വരെ പോയിട്ടില്ല എന്ന് ഞാൻ പറയുകയാണ്. എല്ലാ കുഞ്ഞുങ്ങളെയും ആശ്വസിപ്പിക്കുകയും തലോടുകയും ചെയ്ത് അവരെ ചേർത്ത് പിടിക്കാനാണ് ഞങ്ങൾ ഓരോ പ്രാവശ്യവും ശ്രമിച്ചിട്ടുള്ളത് എന്ന് നിങ്ങളോട് പറയുകയാണ്. അല്ലാതെ ഒരു കുഞ്ഞുങ്ങളും ഈ നമ്മുടെ സ്കൂളിന്റെ അന്തരീക്ഷത്തിൽ അറിയാം, ഇന്ന് തന്നെ ഏറ്റവും പെൺകുട്ടികളാണ് നമ്മുടെ സ്കൂളിൽ വന്ന് പഠിക്കുന്നത്. പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ പോലും ഇവിടെ സേഫ് ആയിരിക്കും എന്നുള്ള ധാരണയാണ് ഈ കുഞ്ഞുങ്ങളെ ഇവിടെ എത്തിക്കുന്നത്. ആൺകുട്ടികളായാലും ശരി, മറ്റ് മോശത്തരങ്ങളിലേക്ക് പോകാതെ അവർ സേഫ് ആയിട്ട് പഠിക്കണം എന്നുള്ള പേരൻസ് ആണ് സെന്റ് തോമസ് സ്കൂളിൽ കുഞ്ഞുങ്ങളെയും കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അത് ഞങ്ങളുടെ പോസിറ്റീവ് സൈഡാണ് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ആയിട്ട് ഉള്ളൊരു ബന്ധമൊക്കെ പറയുന്നത് ഇങ്ങനൊരു സംഭവമേ സ്കൂളിൽ ഉണ്ടായിട്ടില്ല. തെറ്റായിട്ടുള്ള പ്രചരണത്തിലൂടെ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു സംഭവത്തിലേക്കാണ് ഇവര് വിരൽ ചൂണ്ടുന്നത്. അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾ ആരോ
ഈ പറഞ്ഞതിന്റെ കൂട്ട് ഈ ഈ- ഈ മോളെയും ഹസ്ബൻഡും കൂടെ വന്നപ്പോഴത്തേക്ക് വണ്ടിക്കകത്ത് അറിയാതെങ്ങാണ്ട് കൈ തട്ടി എന്നുള്ളതിനാണ് ആ കുഞ്ഞുങ്ങളെ ഇറങ്ങി നിന്ന് ഇവര് രണ്ടുപേരും കൂടെ അസഭ്യം പറയുകയുണ്ടായത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ ഒരു കുഞ്ഞിന്റെ കൈ 10ാം ക്ലാസ്സിലെ ഒരു കുഞ്ഞിന്റെ കൈ തട്ടിയെന്നാ പറയുന്നത്. ഈ ഒരു കുഞ്ഞിന്റെ കൈ തട്ടിയെന്നും പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ ഇറങ്ങി നിന്ന് അസഭ്യം പറയേണ്ടുന്ന വല്ല കാര്യമുണ്ടോ? പക്ഷെ അതിൻ്റെ ഒരു വീഡിയോയിലൊക്കെ കാണിക്കുന്നത് അത് അവര് നല്ല പ്ലീസിംഗ് ആയിട്ട് സംസാരിക്കുന്ന മാത്രമേ കാണിക്കുന്നുള്ളൂ. നേരെ മറിച്ച് ആ കുഞ്ഞുങ്ങളെ അസഭ്യം പറയുകയും ആ കുഞ്ഞുങ്ങളെ മാനസികമായിട്ട് വിഷമിപ്പിക്കുകയും ആ കുഞ്ഞുങ്ങളുടെ പേരൻസ് സ്കൂളിൽ വന്ന് പരാതിപ്പെട്ട് ഈ യൂട്യൂബറിനെതിരെ ആക്ഷൻ നിങ്ങൾ സ്കൂളിൽ നിന്ന് എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോലീസിൽ പോകും എന്ന് പറയുകയും ചെയ്തപ്പോഴത്തേക്ക് ഞങ്ങൾ സ്വാഭാവികമായിട്ട് സ്കൂളിന്റെ പുറത്ത് ഉണ്ടായ ഒരു സംഭവമാണ്. ഇതിൽ ഞങ്ങൾ ഇടപെടുകയില്ല എന്ന് സ്കൂൾ പറഞ്ഞപ്പോൾ അവർ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പോവുകയും പരാതി കൊടുക്കുകയും ഇനി മേലാൽ യൂട്യൂബേഴ്സിന്റെ കയ്യിൽ നിന്നും, അതായത് ഇവരുടെ ഈ മോടെ കയ്യിൽ നിന്നും ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്നും യാതൊരു രീതിയിലുള്ള ഹരാസ്മെന്റും അവർക്കുണ്ടാകില്ല, അതായത് ഈ കുഞ്ഞിന്റെ പേരൻസിനോ കുഞ്ഞിനോ ഉണ്ടാകില്ല എന്ന് എഴുതി വാങ്ങിച്ചാണ് അവിടുന്ന് വിട്ടതെന്ന് ആ പേരൻസ് പറയുകയുണ്ടായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതില് സ്കൂളിന് യാതൊരു ഭാഗവാക്കും ഇല്ല, സ്കൂൾ അറിഞ്ഞതുമല്ല കണ്ടതുമല്ല. 100 കണക്കിന് കുഞ്ഞുങ്ങളുടെ പേരൻസ് ഇവിടെ വണ്ടിയും കൊണ്ട് വരുന്നു, കാർ കൊണ്ടിട്ടിട്ട് കുഞ്ഞുങ്ങളെ വിട്ടിട്ട് പോകുന്നു. ഇന്ന് വരെ ആ ഒരു കാറിലെങ്ങാനും പോലും ഏതെങ്കിലും ഒരു കുഞ്ഞൊന്ന് തൊടുകയോ വരയ്ക്കുകയോ ചെയ്തു എന്ന് ഞങ്ങൾക്ക് അറിവില്ല, ഞങ്ങൾക്കൊരു പരാതിയും കിട്ടിയിട്ടുമില്ല. അന്നേരം ഇതൊക്കെ നുണപ്രചരണത്തിന്റെ ഒരു ഭാഗമാണെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇതിന്റെ അകത്ത് പരാതിയായിട്ട് അടുത്തയായിട്ട് പറയുന്നത് ഇതാണ്, രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ടുള്ള ബന്ധമുണ്ട്. എനിക്ക് രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ട് ബന്ധമുണ്ട്. എന്റെ അച്ഛൻ പുല്ലൂര് മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നു. എനിക്ക് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ട് ഇപ്പം മുസ്ലിം ലീഗ് ആയാലും BJP ആയാലും CPM ആയാലും CPI ആയാലും പൊതുജനങ്ങളുടെ നടുവിൽ ജീവിക്കുന്നവനാ ഞാൻ. രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്നവരും ഈ പൊതുസമൂഹത്തിന്റെ ഒരു ഭാഗമാണല്ലോ. അവരിൽ നിന്നും അകന്നു നിൽക്കേണ്ടതിന്റെ കാര്യമില്ലല്ലോ. എല്ലാരുമായിട്ടും ചേർന്നാണ് നമ്മൾ ജീവിക്കുന്നത്. അവരാണ് ഈ രാഷ്ട്രീയ പ്രവർത്തകര്, നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരാണല്ലോ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതും. അവരിൽ നിന്ന് മാറി നിൽക്കാതെ അവരോട് ചേർന്ന് നിന്നല്ലേ നമ്മൾ പ്രവർത്തിക്കേണ്ടുന്നത്. അത് ഈ പൊതുസമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് മതമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. മനുഷ്യരെല്ലാം കൂടെ ചേരുന്നതാണ് പൊതുസമൂഹം. എല്ലാരുമായിട്ടും ചേർന്ന് നിന്ന് ഈ ലോകത്ത് നമുക്ക് മുന്നോട്ട് പോകാനൊക്കും. നമ്മളൊരു ഇൻഡിവിജ്വൽ ആയിട്ട് മാറി നിന്ന് മുന്നോട്ട് പോകാനായിട്ട് ഒക്കുകയില്ല. അന്നേരം നമ്മള് എല്ലാരുമായിട്ടും ചേർന്ന് നിന്ന്, എല്ലാ സമൂഹത്തിലുള്ള എല്ലാ വ്യക്തികളുമായിട്ടും ചേർന്ന് നിന്ന് മാത്രമേ ഈ ലോകത്ത് ജീവിക്കാൻ ഒക്കുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞുകൊള്ളുകയാണ്. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മോട് പറയുന്ന പരാതി ഇതാണ്. അതായത് ബർത്ത്ഡേക്ക്, കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേക്ക് ഫോട്ടോ ഇട്ട് സെന്റ് തോമസ് സ്കൂളിന് ഒരു പതിവുണ്ട്. എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾ ബർത്ത്ഡേ ഉള്ള കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് വരും, എൻ്റെ കൂടെ നിന്ന് അവർ സന്തോഷമായിട്ട് ഫോട്ടോ എടുത്തിട്ട് അത് നമ്മൾ ഗ്രൂപ്പിലിടുകയും പേരൻസിന് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന പതിവുണ്ട്. ഈ കുഞ്ഞുങ്ങളെയും ഈ ബർത്ത്ഡേ ദിവസം തന്നെ വിളിച്ച് ആ കുഞ്ഞുങ്ങളോട് തന്നെ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഫോട്ടോ എടുക്കുകയും അവർക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്തിട്ട് അതേ ഫോട്ടോ തന്നെ അതിൻ്റെ അകത്ത് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അന്നേരം ഈ കുഞ്ഞുങ്ങള് ഞാൻ പറഞ്ഞല്ലോ, ഈ മോള് തന്നെ ഈ പോകുന്ന ദിവസം എൻ്റെ അടുത്ത് വന്ന് വിഷമം പറഞ്ഞ് എനിക്ക് ഉമ്മയെ തന്നിട്ടാ പോയത്. അത്ര സ്നേഹത്തോടു കൂടിയാണ് നമ്മൾ ആ കുഞ്ഞുങ്ങളോട് പെരുമാറുന്നത്. അടുത്തതായിട്ട് വലിയൊരു പരാതിയായിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സ്വിമ്മിംഗ് പൂളിനെ കുറിച്ചാണ്. നമ്മൾ സ്വിമ്മിംഗ് പൂളിനെ പറ്റി പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, നമ്മുടെ ഒരു കുഞ്ഞ് ഷോൺ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് വെള്ളത്തിൽ വീണ്, പുറത്ത് അവരുടെ വീട്ടിന്റെ അടുത്ത് തന്നെ വെള്ളത്തിൽ വീണ് മരണപ്പെട്ട് പോയപ്പോഴത്തേക്കാണ് നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് തന്നെ ആശയം സ്കൂളിലേക്ക് കൊണ്ടുവന്നത്. എന്തിനാണ്? ഇനി ഒരു കുഞ്ഞും വെള്ളത്തിൽ വീണ് മരിക്കാൻ പാടില്ല എന്നുള്ള ആശയത്തിലാണ് സ്വിമ്മിംഗ് പൂൾ നമ്മുടെ സ്കൂളിൽ തുടങ്ങിയത്. ആ സ്വിമ്മിംഗ് പൂൾ തുടങ്ങി 800ഓളം കുഞ്ഞുങ്ങൾ സ്വിമ്മിംഗ് പഠിച്ചു കഴിഞ്ഞു നമ്മുടെ സ്കൂളിൽ. അത് ഇനിയും കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങളുടെ ആഗ്രഹമാണ് ഇനി ഒരു കുഞ്ഞു പോലും, ഈ നമ്മുടെ സ്കൂളിൽ പഠിച്ചു പോയ ഒരു കുഞ്ഞു പോലും ഇനി സ്വിമ്മിങ്ങിൽ ഒരു ആറ്റിലോ തോട്ടിലോ
ഒരു വെള്ളത്തിലോ കടലിലോ വീണ് മരിക്കാൻ പാടില്ല. അവര് സ്വിം ചെയ്യാനായിട്ട് പഠിക്കണം. അവരുടെ ഒരു കൂട്ടുകാര് വെള്ളത്തിൽ വീണാൽ പോലും അവരെ രക്ഷിക്കത്തക്കോണം ഉള്ള ഇത് അവർക്ക് തന്റെ ഇടം അവർക്ക് വേണം. അതിനു വേണ്ടിയിട്ടാണ് സ്വിമ്മിങ് പഠിക്കുന്നത്. അതേപോലെ തന്നെ സ്വിമ്മിംഗ് പൂള് ശുദ്ധമായി അല്ല സൂക്ഷിക്കുന്നതെന്ന് പറയുന്നത് 24 മണിക്കൂറും ഓടുന്ന റിഫൈനറിയാണ് അതിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ആ റിഫൈൻ ചെയ്ത് പമ്പ് ഹൗസ് ഓരോ സെക്കൻഡ് 24 മണിക്കൂർ അത് ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആ ഓടിക്കൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡും ആ വെള്ളം പോയി ശുദ്ധമായി വരികയാണ് ചെയ്യുന്നത്. ഇത്രയും ശുദ്ധമായി സൂക്ഷിക്കുന്ന ഒരു സ്വിമ്മിംഗ് പൂളും ഈ കേരളത്തിൽ കാണത്തില്ല. തന്നെയല്ല, സ്വിമ്മിംഗ് പൂളില് നമ്മൾ സ്വിമ്മിംഗ് ക്യാപ്പ് ഇട്ടാണ്, അതായത് ക്യാപ്പ് വലിച്ച് തലയിൽ കൂടി ഇട്ട് ഗോഗിൾസും വെച്ചാണ്, കണ്ണാടിയും വെച്ചാണ് കുഞ്ഞുങ്ങളെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്നത്. ഈ സ്വിമ്മിംഗ് പൂളില് ഈ ക്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും ആ തലമുടിയിൽ പറ്റുകയില്ല. ആ രീതിയിലാണ് ആ ക്യാപ്പിന്റെ പ്രയോജനം. അന്നേരം എങ്ങനെയാണ് സ്വിമ്മിംഗ് പൂളിലെ വെള്ളം തലയിലായെന്ന് പറയും. അഥവാ തലയിലായാൽ തന്നെ ഈ സ്വിമ്മിംഗ് പൂൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇറ്റ്സ് ക്ലോറിനേറ്റഡ് വാട്ടർ. അതായത് നമ്മുടെ ടാപ്പ് വാട്ടറിന്, അതായത് ടാപ്പ് വാട്ടർ ഈസ് ദ ബെസ്റ്റ് ഡ്രിങ്കിങ് വാട്ടർ എന്ന് നമ്മൾ പറയുന്നതിന്റെ കൂട്ട് ആ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് എടുത്ത് കുടിക്കാൻ തക്കവണ്ണമുള്ള, നമ്മൾ ഗ്ലാസ്സിൽ വെച്ച് കുടിക്കാൻ ഒക്കുന്ന രീതിയിലുള്ള പ്യുവർ ആയിട്ടുള്ള വെള്ളത്തിലാണ് കുഞ്ഞുങ്ങളെ സ്വിമ്മിങ്ങിന് വേണ്ടി ഇറങ്ങുന്നത്. അതിന് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആയാലും ശരി, അതിന് വേണ്ടുന്ന ഉപയോഗിക്കുന്ന കെമിക്കൽസ് ആയാലും ശരി, അതെല്ലാം കൃത്യമായിട്ട് നമുക്ക് അത് AMC കൊടുത്തിരിക്കുകയാണ്, ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഒരു വർഷത്തേക്ക് ഇത്ര രൂപയെന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് കൊടുത്തേക്കുക. അന്നേരം അതിന്റെ അകത്ത് ഒരു പ്രശ്നവും ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടുന്നത് ആ കമ്പനിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അത് ആരാണ്ട് ചോദിച്ചെന്നോ അത് ആരാണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്നോ ഒക്കെ പുള്ളിക്കാരി പറയുന്നതായിട്ട് കേട്ടു. ഞാൻ തന്നെയല്ല, ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായതായിട്ട് ഇന്നേ വരെ ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുമില്ല. അന്നേരം എന്താണ് ഈ സ്വിമ്മിംഗ് പൂളിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത്? അന്നേരം ഇതിലൊക്കെ ടാർഗറ്റ് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ പുനലൂരിൽ സ്വിമ്മിംഗ് പൂൾ ഉള്ള ഏക സ്കൂള് നമ്മുടെ സ്കൂളാണ്. അന്നേരം സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് നമ്മുടെ സ്കൂളിലുള്ളതുകൊണ്ട് അതിനെ ഇകഴ്ത്തി കാണിക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ടാർഗറ്റ്, അതിലേക്ക് ആൾ പോകാതിരിക്കും എന്നുള്ള ഒരു കപടമായ നീക്കവും കൂടി അതിൻ്റെ അകത്ത് ഉണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. അത് ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇതിപ്പോ അടുത്തതായിട്ട് പറയുന്നത് ഈ പറഞ്ഞതിന്റെ കൂട്ട് നമ്മള് ആരെയൊക്കെ ഉപദ്രവിച്ചു, അടിക്കും, കൊല്ലും, ഭീഷണിപ്പെടുത്തും എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നതായിട്ട് കേട്ടു. നമ്മള് ഈ സെന്റ് തോമസ് സ്കൂളില് സാർ അല്ലെങ്കിൽ ജേക്കബ് തോമസ് എന്ന ഞാൻ എത്ര പേരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, എത്ര പേരെ ഹറാസ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ ഒന്ന് പൊതുസമൂഹവുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ടോ? സ്നേഹത്തോടും സന്തോഷത്തോടും അല്ലാതെ ഞാൻ ആർക്കും സംസാരിക്കാറുമില്ല. പിന്നെ നമ്മുടെ ലോകം ഇത്രയും അധപ്പതിച്ചു പോകുന്നതിനെ കുറിച്ച് എനിക്ക് വിഷമമുണ്ട്. വെറും പൈസയ്ക്ക് വേണ്ടി മാത്രം മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് കണ്ടന്റ് ക്രിയേഷൻ, അതായത് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഒരു സ്കൂളിൽ ചെന്ന് ഒളിഞ്ഞും മറഞ്ഞും സ്കൂളിന്റെ അകത്തുള്ള വീഡിയോ എടുക്കുക. അതായത് നമ്മൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു നമ്മുടെ വീട്ടിന്റെ അകത്ത് നമുക്ക് ചിത്രീകരിക്കുന്നതിന് കുഴപ്പമില്ല. നേരെ മറിച്ച് മറ്റൊരാളുടെ വീട്ടിൽ ചെന്ന് വീട്ടിന്റെ അകത്ത് കയറി ചിത്രീകരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് ശരിയായ ഒരു കാര്യമാണ്. നമുക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ ബാക്കിയുള്ളവരെ കുറ്റം പറയുകയും ബാക്കിയുള്ളവരെ ഹറാസ് ചെയ്യുകയും ബാക്കിയുള്ളവരെ ചൂഷണം ചെയ്യുകയും ചെയ്യുക, നമുക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇതൊരു മാനം ആക്കുക എന്ന് പറയുന്നതിൻ്റെ അകത്ത് എന്താണിത്? പിന്നെ സ്കൂളിൽ പൈസ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. സ്കൂൾ എന്ന് പറയുന്നത് പരിപാവനമായ ഒരു സരസ്വതി വിദ്യാലയമാണിത്. ഇത് പൈസ ഉണ്ടാക്കാനുള്ള ഒരു മീഡിയ അല്ല. ഇത് കുഞ്ഞുങ്ങൾക്ക് നന്മ പ്രദാനം ചെയ്യുവാനും കുഞ്ഞുങ്ങളെ നന്മയിലേക്ക് നയിക്കുവാനും കുഞ്ഞുങ്ങൾ മോശപ്പെടാതെ ലോകത്ത് ജീവിക്കുവാനും ഒക്കെയുള്ള ഒരു സമൂഹത്തിന്റെ ഇടയിലുള്ള ഒരു നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സരസ്വതി വിദ്യാലയമാണിത്. ഇതില് പ്രോഫിറ്റ് മോട്ടീവ് എന്നുള്ള തരത്തിലല്ല ഞങ്ങളിതിനെ ചിന്തിക്കുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പേരൻസിന്റെ അടുത്ത് അതിന് ആരും ചോദിച്ചാലും അറിയാം. പക്ഷേ
നമ്മുടെ ടീച്ചേഴ്സിന് സാലറി കൊടുത്ത് പോകാതിരിക്കാൻ ഒക്കില്ലല്ലോ. അന്നേരം സ്വാഭാവികമായിട്ടും 150ഓളം ടീച്ചേഴ്സ് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ആ ടീച്ചേഴ്സിന്റെ കുടുംബങ്ങളിൽ കനലിരിയണമെങ്കിലും ആഹാരം പാചകം ചെയ്യണമെങ്കിലും ഇവിടെ നിന്ന് കിട്ടുന്ന പൈസ തന്നെ വേണം. ഈ ടീച്ചേഴ്സിന്റെയും അല്ലാതുള്ള ഡ്രൈവേഴ്സ് ആയാലും ആയമാരായാലും ഈ സ്റ്റാഫൊക്കെ ഇതുകൊണ്ട് ജീവിക്കുന്നവരാണ്. അന്നേരം നമ്മളൊരു ഫീസ് വാങ്ങിച്ച് അത് സാലറി ആയിട്ട് ടീച്ചേഴ്സിന് കൊടുത്തെങ്കിൽ മാത്രമല്ലേ അവർക്കും പ്രയോജനമുണ്ടാകൂ. നമ്മുടെ കുഞ്ഞുങ്ങളായാലും കുഞ്ഞുങ്ങൾക്ക് ഈ ടീച്ചിങ് എന്ന് പറയുന്ന പ്രയോജനം ഉണ്ടാകുമ്പോൾ അതിന്റെ ഒരു ഫീസ് ഈടാക്കുക എന്ന് പറയുന്നത് തെറ്റായിട്ട് നമ്മൾ കാണേണ്ടുന്നതായിട്ടുണ്ടോ? നമ്മൾ എവിടെ ചെന്നാലും എന്തെങ്കിലും ഒരു സർവീസ് ആയാലും അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങിക്കുന്നതിനായാലും അതിന് ഒരു പൈസ നമ്മൾ കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ധർമ്മമല്ലേ? അതേപോലെ തന്നെ നമ്മൾ മോശപ്പെട്ട രീതിയിൽ ഒരു പൈസ പോലും ന്യായമല്ലാത്ത രീതിയിൽ ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല എന്നുള്ളതും ഞാൻ നിങ്ങളോട് പറയുകയാണ്. അന്നേരം നമ്മള് നേരെ മറിച്ച് അവിടുന്ന് കാണിക്കുന്ന എന്താണ്? ആ കുഞ്ഞുങ്ങൾ, അതായത് ഈ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള മക്കൾ കാണിക്കുന്നത് എന്താണ്? മനുഷ്യനെ ദുഷിച്ച് പൈസ ഉണ്ടാക്കുക എന്നുള്ള രീതിയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് സ്വയം പരിശോധിക്കപ്പെടേണ്ടുന്നതാണ്. ഇത് കേൾക്കുന്നവരും ഇത് പരിശോധിക്കേണ്ടുന്നതാണ്. ഇതില് സത്യാവസ്ഥ എന്തുണ്ട് എന്ന് അറിയുവാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഇടുന്നത്. ഇതിന്റെ സത്യം മറ്റുള്ളവർ മനസ്സിലാക്കണം. ഇതിന്റെ സത്യം എന്താണ് സത്യം എന്നുള്ളത് മനസ്സിലാക്കണം. ഇതിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്, എവിടെ ആയാലും സത്യം ജയിക്കും, കള്ളം തോക്കും. എത്ര പ്രാവശ്യം കള്ളം ആവർത്തിച്ച് പറഞ്ഞാലും സത്യം ആകും എന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട. അന്നേരം സത്യം ജയിക്കുകയും കള്ളം തോക്കുകയും ചെയ്യും എന്നുള്ള ഒരു സംശയവും എനിക്കില്ല. തന്നെയല്ല, ഞാൻ ഈശ്വരനെ മുൻനിർത്തിയാണ് ഈ ഓരോ വാചകവും നിങ്ങളോട് പറയുന്നത്. ഈ പറയുന്ന ഓരോ വാചകത്തിലും ബാക്കിയുള്ളവർക്ക് എന്തും പറയാം. ഞാന് 10,000-2000 പേരുള്ള 10,000-കണക്കിന് കുഞ്ഞുങ്ങളുടെ ഒരു ഗുരുവാണ്. ആ ഗുരുവെന്ന നിലയ്ക്ക് എന്റെ വായിൽ നിന്നൊരു തെറ്റ് വീഴാനായിട്ട് പാടില്ല. ഒരു യൂട്യൂബ് നടത്തുന്നവർക്കോ ഒക്കെ കള്ളത്തരം പറയാനും കള്ളം പറയാനും അതൊക്കെ അവരുടെ പാർട്ട് ഓഫ് ദെയർ പ്രൊഫഷൻ. നേരെ മറിച്ച് എന്റെ പ്രൊഫഷനിലെ സത്യം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക, സത്യത്തിലൂടെ പോവുക, സത്യത്തിന്റെ മാർഗത്തിലൂടെ പോയാൽ ഒരിക്കലും പരാജയപ്പെടില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ വിശ്വാസവും. അതാണ് എന്നെ ഇന്നോളം ഈ യാത്രയിൽ, അതായത് 100 കുഞ്ഞുങ്ങളെ കൊണ്ട് തുടങ്ങി ഇന്ന് 2000 കുഞ്ഞുങ്ങൾ പഠിക്കുന്ന യാത്രയിൽ ഉടനീളം എന്റെ ഈശ്വരനെ പഠിപ്പിച്ചിട്ടുള്ളത് ഇതാണ്. അതുകൊണ്ട് അവസാനമായി ഞാൻ പറയുന്നു, സത്യമേവ ജയതേ. ജയ് ഹിന്ദ്.